നമസ്കാരം. സുഭാഷിതം. ഏകധാ ദശധാ ചൈവ ശതധാ ച സഹസ്രധാ രണേ പാർത്ഥ ശരോ വൃഷ്ടിർ ദാനം ബ്രഹ്മ വിദേയഥാ. ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ് അർജുനൻ. അർജുനൻ്റെ അമ്പ് എടുക്കുമ്പോൾ, അവനാഴിയിൽ നിന്ന് അമ്പെടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, അയക്കുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000. ഈ ശരവർഷം പോലെ അത്രേ ബ്രഹ്മജ്ഞാനിക്ക് കൊടുക്കുന്ന ദാനത്തിൻ്റെ ഫലവും. ബ്രഹ്മജ്ഞാനി ആരായിരുന്നാലും ആ ബ്രഹ്മജ്ഞാനിക്ക് നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ആ ബ്രഹ്മജ്ഞാനിക്ക് കൊടുക്കുന്ന ദാനത്തിൻ്റെ ഫലം നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്ന ഒരു സുഭാഷിതമാണ്. അത് അർജുനൻ്റെ അമ്പ് എപ്രകാരമാണ്? 1 എടുക്കുമ്പോൾ 1 എടുത്തിട്ട് തൊടുക്കുമ്പോൾ 10 ആവുന്നു, അത് അയക്കുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 മടങ്ങായിട്ട് മാറും നമ്മളൊരു ബ്രഹ്മജ്ഞാനിക്ക് ദാനം ചെയ്യുമ്പോഴുള്ള ഫലം എന്നിവിടെ സുഭാഷിതത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ഒരു പ്രതിഫലേച്ഛയോടുകൂടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. എങ്കിലും നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ അത് ആർക്ക് കൊടുക്കണം, ആർക്കായിരിക്കണം ദാനം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണത്തോടു കൂടിയാണ് ഇവിടെ ഈ സുഭാഷിതം സൂചിപ്പിക്കുന്നത്. നമസ്കാരം.